എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രസംപൊടിയും അതുപോലെ തന്നെ തക്കാളിയും ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു രസം തയ്യാറാക്കി എടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ജലദോഷമൊക്കെ ഉള്ളപ്പോൾ വെറുതെ കുടിക്കാനും ഈ ഒരു രസം നല്ലതാണ്. അതുപോലെ ചൂട് ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി അല്ലെങ്കിൽ പിഴിപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ലിറ്റർ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രസം തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ട് കുരുമുളകും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂട്ടി കൊടുക്കാം. പിന്നെ 1-2 ചെറിയ ഉള്ളി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കഷ്ണിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി ചെറിയ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജലദോഷമൊക്കെ ആണെങ്കിൽ ജീരകവും കുരുമുളകൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചാലും മതിയാകും. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഞാനിവിടെ ഒരു 3.5 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കഴിവതും പുളിരസം തയ്യാറാക്കാതിരിക്കുക. ചട്ടിയിലോ സ്റ്റീലിലോ തയ്യാറാക്കുക. അതുപോലെ തന്നെ അലുമിനിയത്തിലും തയ്യാറാക്കരുത്. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തീ കുറച്ച് തന്നെ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രസത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ഈ ചതയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ കുരുമുളക് ചേർക്കുമ്പോൾ പച്ചമുളകിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ രസം പൊടിയൊന്നുമല്ല ചേർക്കുന്നത്, നമ്മൾ വീട്ടിലുള്ള പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. അപ്പോൾ ഇതിൽ മെയിനായിട്ടും കളറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് 1/2 ടീസ്പൂൺ. അതുപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പുളിയും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുടെ അരി ഇതിൽ വീഴാതെ സൂക്ഷിക്കുക. പുളി ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നന്നായിട്ട് പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇപ്പോൾ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി വേണമെങ്കിൽ തീ ഒന്ന് കൂട്ടി വെക്കാം, നന്നായിട്ട് തിള വരുന്നത് വരെ. ഇപ്പോൾ നമ്മുടെ പുളിരസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് കായം ചേർത്ത് കൊടുക്കുന്നത്. കായം ഒരു 2-3 നുള്ള് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 1/4 ടീസ്പൂൺ വരെ ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം കൂടെ ചേർത്തിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു തക്കാളി രസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനേക്കാട്ടിലും ടേസ്റ്റിലുള്ള ഒരു രസമാണ് പുളി രസം. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്